ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഈ ചാനലിൽ ബേബിക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അതായത് ആഫ്റ്റർ 6 മന്ത് ബേബീസിനുള്ള ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെ കൊടുക്കാം, എന്തെല്ലാം നല്ലതാണ്, അങ്ങനെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മൾ ബേബീസിന് വെയിറ്റ് ഇല്ല, അതേപോലെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല, ഏജിന് അതായത് മന്തിനനുസരിച്ചുള്ള വെയിറ്റ് ആയിട്ടില്ല, ബോൺ വെയിറ്റ് ഉള്ള കുട്ടികൾക്ക് എത്രത്തോളം വെയിറ്റ് വരണം, ഇതൊക്കെ നമ്മൾ പിന്നെ ആഫ്റ്റർ 6 മന്തിന് ശേഷം നമുക്ക് ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല. നമ്മൾ നന്നായിട്ട് ഫുഡ് ഏതൊക്കെ ഫുഡാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഏതൊക്കെ പ്രോട്ടീൻസാണ് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നത്, ആഫ്റ്റർ 6 മന്ത് എന്തെല്ലാം ഫുഡുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പൊട്ടാറ്റോയും അതേപോലെ തന്നെ ക്യാരറ്റുമാണ്. ഇത് രണ്ടും നല്ല കുട്ടികൾക്ക് നല്ല ഒരു പോഷകാഹാരവുമാണ്. അതേപോലെ തന്നെ ഈ പൊട്ടാറ്റോയും ക്യാരറ്റും നന്നായിട്ട് ഇഷ്ടപ്പെടും ബേബീസിന്. പൊതുവേ പൊട്ടാറ്റോ കുട്ടികൾക്ക് വേഗം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോയും ക്യാരറ്റും കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. നന്നായിട്ട് പേസ്റ്റ് പോലെ തന്നെ ആയി കിട്ടണം. ഞാനിപ്പോൾ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഈ പണിക്ക് നിന്നിട്ടുള്ളത്. അവൻ ഉറങ്ങുന്ന സമയത്ത് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി ടൈമിൽ അവൻ അവൻ്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് കണ്ടോ, ഇത്ര നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം വേവിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ വേഗം അരിഞ്ഞ് വേഗം വലുതാക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്നൊന്നും വേവിച്ച് കിട്ടില്ല. പിന്നെ നമ്മൾ കുക്കറിലിടണം. കുക്കറിലിടുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാക്കുന്ന പോലെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിന് എരിവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഞാനത് കുക്കർ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ ഞാൻ ഇട്ടിട്ട് വേവിച്ചെടുക്കാറാണ് ചെയ്യാറ്. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം ബദാം വെള്ളത്തിലിടാം. എന്നിട്ട് നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് ആ വേവിക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം. നല്ലതാണ്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. അതേപോലെ തന്നെ ഈ ഒരു വേവായി കിട്ടുമ്പോൾ നമുക്കിത് മിക്സിയിൽ പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ, ഒന്നും കുഴപ്പമില്ല.